ഇന്ത്യയിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു പത്രമാണ് ദ ടെലഗ്രാഫ് എന്ന് പറയുന്നത്. പലപ്പോഴും അവരുടെ സറ്ററിക്കലായിട്ടുള്ള ചില പംക്തികളിലൂടെയും ഏറ്റവും കൂടുതൽ അവർ ശ്രദ്ധിക്കപ്പെട്ടത് വലിയ ഹെഡിങ്ങുകളിലൂടെയുമാണ്. ഇപ്പോൾ ചില ഹെഡിങ്ങുകൾ എൻ്റെ ഓർമ്മയിൽ നിന്നെടുത്ത് പറഞ്ഞാൽ ഇപ്പോൾ ആൻറ്റി നാഷണൽ എന്ന് പറയുന്നൊരു ഹെഡിങ് സ്മൃതി ഇറാനിയെക്കുറിച്ച് എഴുതിയൊരു വാർത്തയുണ്ടായിരുന്നു. ആൻറ്റി നാഷണൽ എന്ന് പറഞ്ഞാൽ ANTI നാഷണൽ എന്നുള്ളതല്ല, AUNTY ആൻറ്റി ഓണ്ട് നാഷണൽ എന്നുള്ളതാണ് കൊടുത്തിരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു രസകരമായിട്ടുള്ള അത്തരത്തിലുള്ള ഹെഡിങ്ങുകളൊക്കെ തന്നെ കൊടുത്ത് ഇന്ത്യ മുഴുവൻ ശ്രദ്ധ പിടിച്ചു പറ്റിയതാണ് ദ ടെലഗ്രാഫ് എന്ന് പറയുന്ന പത്രം. നിരവധി വർഷങ്ങളിൽ കൽക്കട്ടയിൽ അതിൻ്റെ ഹെഡ് ഓഫീസിൽ പത്രാധിപരായിരുന്നിട്ടുള്ളത് മലയാളികൾക്ക് അഭിമാനിക്കാം, മലയാളിയായിട്ടുള്ള R രാജഗോപാലാണ്. അദ്ദേഹം വളരെ പ്രഗത്ഭനും പ്രശസ്തനുമായിട്ടുള്ള ഒരു പത്രപ്രവർത്തകനാണ്. എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു വളരെ കൃത്യമായിട്ടുള്ള ഒരു പബ്ലിക് ഫിഗറാണ്. അപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് അദ്ദേഹം കഴിഞ്ഞ തവണ ഒഴിവാക്കപ്പെട്ടു. ഈ ഒഴിവാക്കപ്പെട്ട കാര്യം അദ്ദേഹം യഥാർത്ഥത്തിൽ അറിയുന്നത് അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് പുതുക്കാൻ വേണ്ടി കൊടുത്തപ്പോഴാണ്. അപ്പോൾ പാസ്പോർട്ട് പുതുക്കാൻ വേണ്ടി കൊടുത്തപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു PCC പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടണം. ആ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് തരാൻ കഴിയില്ല. കാരണം ഇതുപോലെ SIRൻ്റെ ഭാഗമായി ഇപ്പോൾ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കപ്പെട്ടത് കൊണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പൗരത്വവുമായി തന്നെ ഏതാണ്ട് യഥാർത്ഥത്തിൽ അതിനൊരു ലിങ്ക് വന്നിരിക്കുന്നു, അല്ലെങ്കിൽ ലിങ്ക് ഉണ്ട് എന്നുള്ളത് ഗവൺമെൻറ്റൊക്കെ തന്നെ വിചാരിച്ചിരിക്കുന്നു. ഇതുകൊണ്ട് അദ്ദേഹത്തിനുണ്ടായ നഷ്ടമെന്ന് പറയുന്നത് അപരിഹാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ലെറ്റർ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആ ലെറ്റർ അദ്ദേഹം എഴുതാൻ കാരണം അത് ചില ഭാഗങ്ങളാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ആ ചില ഭാഗങ്ങൾ എന്ന് പറയുന്നത് ജേർണലിസത്തിൻ്റെ ഒരു അവാർഡ് ജൂറിയിൽ അദ്ദേഹം എല്ലാ കൊല്ലവും തന്നെ അംഗമായിരുന്നു. പക്ഷേ ഇത്തവണ അദ്ദേഹം അംഗമാകാനില്ല എന്ന് കാണിച്ചുകൊണ്ട് അവർക്കൊരു കത്ത് എഴുതിയിരുന്നു. ആ കത്തിൻ്റെ ചില ഭാഗങ്ങളാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, കാരണം ഇത്തവണ എനിക്ക് SIRൻ്റെ ഭാഗമായി മാധ്യമങ്ങൾ എടുക്കുന്ന നിലപാടുകളോട് എനിക്ക് യാതൊരു വിധത്തിലുള്ള യോജിപ്പില്ലെന്നും, അപ്പം ഞാൻ വൺ സൈഡഡ് ആയിരിക്കുമെന്നും, എനിക്ക് വ്യക്തിപരമായി തന്നെ വലിയ പ്രശ്നങ്ങളുണ്ടായി നിൽക്കുകയാണെന്നും, അപ്പോൾ വൺ സൈഡഡ് ആയതുകൊണ്ട് ഞാൻ അത്തരത്തിലുള്ളൊരു ജൂറിയിൽ അംഗമാകുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ കത്ത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ചില ഭാഗങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. അദ്ദേഹം അതിൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഇൻ മാർച്ച് ദിസ് ഇയർ മൈ നെയിം വാസ് ഡിലീറ്റഡ് ഫ്രം ദ ബാൽഗംഗ കോൺസ്റ്റിറ്റ്യുവൻസി ഇലക്ടറൽ റോൾ ഇൻ കൊൽക്കത്ത apparently because the special intensive revision process could not trace either my name or that of my late father in the 2002 voters list. 2002 എൻ്റെ പേരോ അല്ലെങ്കിൽ എൻ്റെ ഫാദറിൻ്റെ പേരോ അവിടുത്തെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. പിന്നെ നിരവധി വിശദാംശങ്ങൾ അദ്ദേഹം എഴുതുന്നത്. വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട സങ്കടപ്പെടുത്തുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ബയോമെട്രിക് ആയിട്ടുള്ള അത്തരത്തിൽ പാസ്പോർട്ടിന് വേണ്ടി കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കിയിട്ടും പാസ്പോർട്ട് ഇതുവരെ ഇഷ്യൂ ചെയ്യാൻ തയ്യാറായിട്ടില്ല. ഇദ്ദേഹം എല്ലാ കാലത്തും തന്നെ മോദി സർക്കാരിനെതിരെയും സംഘപരിവാറിനെതിരെയും ഒക്കെ തന്നെ നിലപാടെടുത്തിട്ടുള്ള ഒരു പത്രപ്രവർത്തകൻ കൂടിയാണ് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹം വലിയ തോതിലുള്ള നിയമയുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇൻ ബിറ്റ്വീൻ അവർ ഡോട്ടർ എ ജേർണലിസ്റ്റ് ഇൻ കാലിഫോർണിയ, ഏക മകളായിരുന്നു. മകൾ കാലിഫോർണിയയിലാണ് ജേർണലിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നത്. ഗോട്ട് മാരീഡ് ഇൻ സാൻ ഫ്രാൻസിസ്കോയിൽ ഏപ്രിൽ 17 കല്യാണം കഴിഞ്ഞിരുന്നു. നീഡ്ലെസ് ടു സേ ഇറ്റ് വുഡ് ഹാവ് ബീൻ ഇമ്പോസിബിൾ ഫോർ മീ ടു അറ്റൻഡ് ദ വെഡിങ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ആക്റ്റീവ് പാസ്പോർട്ട്, നോട്ട് വിത്ത് സ്റ്റാൻഡിങ് മൈ പൊസഷൻ ഓഫ് എ വാലിഡ് 10-year US വിസ. അതായത് 10 ഇയറിലേക്കുള്ള US വിസയൊക്കെ ഉണ്ടായിരുന്നിട്ടും അദ്ദേഹത്തിന് എന്ത് ചെയ്തില്ല, അതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. കാരണം ആക്റ്റീവായിട്ടുള്ള ഒരു പാസ്പോർട്ട് ഇല്ലായിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്ത് അദ്ദേഹം പറയുന്നത് ഇത് ഒരാളുടെ മാത്രം പ്രശ്നമല്ല. യഥാർത്ഥത്തിൽ 19 ട്രിബ്യൂണലുകളിലായി ഏതാണ്ട് 29 ലക്ഷം പേർ ഇത്തരത്തിൽ കാത്തുകെട്ടി കിടക്കുന്നു അവരുടെ തീരുമാനങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്, വോട്ടേഴ്സ് ലിസ്റ്റിലേക്ക് പേര് വീണ്ടും ആഡ് ചെയ്ത് കിട്ടാൻ. ഇദ്ദേഹം കോടതിയിൽ പോയപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ല, കുഴപ്പമില്ല, അടുത്ത തവണ വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് കോടതികൾ തിരിച്ചയച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഏഷ്യാനെറ്റിൻ്റെ ചീഫായിരുന്ന MG രാധാകൃഷ്ണൻ സാർ, അദ്ദേഹവും നമുക്കറിയാം പ്രഗത്ഭനായിട്ടുള്ള പത്രപ്രവർത്തകനാണ്, P ഗോവിന്ദപിള്ളയുടെ മകനാണ്. അദ്ദേഹം എഴുതിയിട്ടുള്ളൊരു കുറിപ്പ് കൂടി വായിച്ചാൽ ഏതാണ്ട് ക്ലാരിറ്റി വരും. ഒരു പത്രാധിപരുടെ ദുരിതം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ കുറിപ്പ് തുടങ്ങുന്നത്. ഇക്കാലത്ത് ഇന്ത്യൻ മാധ്യമരംഗത്ത് ഏറ്റവും ധീരനും സമർത്ഥനുമായ പത്രാധിപന്മാരിൽ മുൻപനാണ് മലയാളിയായ R രാജഗോപാൽ. കൽക്കത്തയിൽ നിന്നിറങ്ങുന്ന പ്രശസ്തമായ ദ ടെലഗ്രാഫ് പത്രത്തിൻ്റെ പത്രാധിപരും എൻ്റെ ദീർഘകാല സുഹൃത്തും കുറച്ചു കാലം സഹപ്രവർത്തകനും ആയിരുന്ന രാജഗോപാൽ കുറേ മാസങ്ങളായി കടുത്ത യുദ്ധത്തിലാണ്. പശ്ചിമ ബംഗാളിലെ കുപ്രസിദ്ധമായ പ്രത്യേക തീവ്ര പരിശോധന അഥവാ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ, നമ്മുടെ ഇവിടെയൊക്കെ നടന്ന SIR ൻ്റെ ഭാഗമായി വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്ത 27 ലക്ഷം പേരിൽ ഈ പ്രശസ്തനായ പത്രാധിപരുമുണ്ട്.
ഇതിനാൽ രാജയ്ക്ക് ഇക്കുറി വോട്ട് ചെയ്യാനായില്ല. തൻ്റെ പേര് വീണ്ടും ഉൾപ്പെടുത്താൻ തിരുവനന്തപുരത്ത് നിന്ന് കൊൽക്കത്തയിൽ പോയി താമസിച്ച് മാസങ്ങളായി ഇത്രയും പ്രമുഖനായൊരു പത്രാധിപർ ഭഗീരഥ ശ്രമം നടത്തിയിട്ടും ഒരു ഫലവുമില്ല. 2002 വോട്ടർ പട്ടികയിൽ തൻ്റെ അച്ഛൻ്റെ പേരും ഇല്ലെന്ന് പറഞ്ഞാണ് അധികൃതർ രാജയുടെ അപേക്ഷ പരിഗണിക്കാതിരിക്കുന്നത്. പകരം തൻ്റെ വിവിധ രേഖകൾ രാജ സമർപ്പിച്ചിട്ടും ഫലം ഉണ്ടായില്ല. ഇപ്പോൾ ട്രിബ്യൂണലിൻ്റെ മുന്നിൽ ആണ് രാജയുടെ അപ്പീൽ. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അടുത്ത പാരഗ്രാഫ് കൂടി നമുക്ക് നോക്കാം. പ്രശസ്ത ഗാന്ധിയനും സാമൂഹ്യ പ്രവർത്തകനും മദ്യവിരുദ്ധ പ്രവർത്തകനും ഗാന്ധി സ്മാരക നിധിയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയും കോളേജ് അധ്യാപകരും ഒക്കെയായിരുന്ന രാജയുടെ പരേതനായ അച്ഛൻ പ്രൊഫസർ രാമദാസ് എന്നും കൃത്യമായി വോട്ടവകാശം വിനിയോഗിച്ചിരുന്ന തൻ്റെ അച്ഛൻ്റെ പേര് എന്തുകൊണ്ട് 2002 പട്ടികയിൽ നിന്നും അപ്രത്യക്ഷനായി എന്ന് രാജയ്ക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ തൻ്റെ അച്ഛനും കോളേജ് അധ്യാപിക അമ്മയും ജീവിച്ചിരുന്നു എന്ന് തെളിയിക്കാനുള്ള രേഖകൾ സംഘടിപ്പിക്കാനുള്ള യത്നത്തിലാണ് രാജ. വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതിനാൽ രാജ മറ്റൊരു പ്രതിസന്ധിയിലുമായി. ഇക്കാരണം ചൂണ്ടിക്കാട്ടി പാസ്പോർട്ട് പുതുക്കി കിട്ടാനുള്ള പോലീസ് അനുമതി നിഷേധിക്കപ്പെടുകയാണ്. പാസ്പോർട്ടും ഈ വോട്ടവകാശവും വോട്ടർ പട്ടികയിൽ പേരും തമ്മിൽ ബന്ധമുണ്ട് എന്ന് വന്നിരിക്കുന്നു. അങ്ങനെ ബന്ധമില്ല എന്നുള്ളത് ഗവൺമെൻറ് ഇതേവരെ ഒരു തവണ പോലും ഒരു സ്ഥലത്ത് പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൂടി നമ്മളൊന്ന് ഓർക്കണം. അപ്പോൾ ഇക്കാരണം ചൂണ്ടിക്കാട്ടി പാസ്പോർട്ട് പുതുക്കി കിട്ടാനുള്ള പോലീസ് അനുമതി നിഷേധിക്കപ്പെടുകയാണ്. ബയോമെട്രിക് പരിശോധന കഴിഞ്ഞ് 100 ദിവസമായിട്ടും പോലീസ് പരിശോധന അനുകൂലമല്ലാത്തതിനാൽ പാസ്പോർട്ട് പുതുക്കൽ പൂർത്തിയാകുന്നില്ല. എത്ര ദിവസമായി നിങ്ങൾ കേൾക്കണോണ്ട? 100 ദിവസമായിട്ടും. അതുകൊണ്ട് കാലിഫോർണിയയിൽ ഏപ്രിലിൽ നടന്ന തൻ്റെ ഏക മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനും രാജയ്ക്ക് കഴിഞ്ഞില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക. അദ്ദേഹത്തിൻ്റെ ഏക മകളുടെ വിവാഹമാണ് കഴിഞ്ഞത്, പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ആദ്യ വർഷം ഇന്ത്യയിൽ 6 കോടി പേരാണ് ഇതിനകം സമ്മതിദായക പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. 10 വർഷം കൊൽക്കത്തയിൽ സ്ഥിരതാമസമായി പ്രമുഖ പത്രത്തിൻ്റെ അധിപൻ ആയിരുന്ന ഒരാൾക്കും ഇതാണ് സ്ഥിതിയെങ്കിൽ സാധാരണക്കാർക്ക് തങ്ങളുടെ വോട്ടവകാശം നിഷേധിക്കപ്പെട്ടാൽ എന്തെങ്കിലും രക്ഷയുണ്ടോ? രാജഗോപാൽ നയിച്ച പത്രം BJPയോട് സ്വീകരിച്ച നിശിതമായ വിമർശനങ്ങൾക്ക് ഇതിൽ പങ്കുണ്ടെന്ന് വിശ്വസിച്ചാൽ തെറ്റുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അവസാനിപ്പിക്കുന്നത്. രാജഗോപാൽ ഇത് സംബന്ധിച്ച് എഴുതിയ കുറിപ്പ് ചൂടെ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ആ കുറിപ്പിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഞാൻ നിങ്ങളോട് വായിച്ച് കേൾപ്പിച്ചത് നേരത്തെ തന്നെ. മുഴുവനായി ഞാനത് വായിക്കുന്നില്ല. പക്ഷേ രാജഗോപാൽ സാറ് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേര് വേറെ ഏതെങ്കിലും ഒരു മതത്തെ സൂചിപ്പിക്കുന്ന പേരായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? മിക്കവാറും അദ്ദേഹം മറ്റേതെങ്കിലും രാജ്യത്തേക്ക് പോയിക്കോ, ഇവിടുത്തെ പൗരനല്ല എന്ന് പോലും പറയാനുള്ള അവസ്ഥകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഭാഗ്യത്തിന് അദ്ദേഹത്തിൻ്റെ പേര് അച്ഛനും അമ്മ ഇട്ടത് രാജഗോപാൽ എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് രാമദാസ് എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ അത്രയും കുഴപ്പമില്ല എന്നുള്ളത് മാത്രമേ ഇപ്പോൾ ഇന്ത്യയിൽ നിലനിൽക്കുന്ന അവസ്ഥ വെച്ചിട്ട് നമുക്ക് വിചാരിക്കാൻ കഴിയൂ. ഇതാണ് ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത്, ഞാൻ നേരത്തെ തന്നെ ഈ SIRമായി ബന്ധപ്പെട്ടും അതുപോലെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഒരു മാറ്റങ്ങളെക്കുറിച്ചും വളരെ വിശദമായി ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനുകളുടെ പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്ന ഒരു പോളിസി ചേഞ്ചാണ്. അതായത് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് വോട്ടറാവകാശം നൽകേണ്ടത് അത് ഭരണകൂടത്തിൻ്റെ ബാധ്യതയായിരുന്നു, ഞങ്ങളുടെ ഉത്തരവാദിത്തമായിരുന്നു എന്നായിരുന്നു നേരത്തെ ഒരു പോളിസി എങ്കിൽ ഇപ്പോൾ BJP ഗവൺമെൻറ് വന്നതിന് ശേഷം അങ്ങനെയല്ല. അത് മറ്റു പല സ്റ്റേറ്റുകളിലും മറ്റു പല രാജ്യങ്ങളിലുമൊക്കെ ഉള്ളതുപോലെ തന്നെ അത് ആ വോട്ടവകാശത്ത് മേടിക്കേണ്ടതും അതിൽ പേര് ചേർക്കേണ്ടതും ഒക്കെ തന്നെ നിങ്ങളുടെ ഓരോ വോട്ടറുടെയും ഉത്തരവാദിത്തമാക്കി മാറ്റിയിരിക്കുന്നു എന്ന് പറയുന്ന വലിയ ഒരു പോളിസി ചേഞ്ചിൻ്റെ ഭാഗമായി കൂടിയാണ് ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിൽ പോലും പിന്നീട് നിങ്ങൾ അറിയേണ്ടത് പിന്നീട് പാസ്പോർട്ടിന് പോലും പ്രശ്നമാകാം എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് വന്നിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മാസങ്ങളോളം കൊൽക്കത്തയിൽ താമസിച്ച് വലിയ നിയമയുദ്ധം നടത്തേണ്ട ഗതികേടിലാണ് എന്നുള്ളതൊന്ന് ആലോചിക്കണം. അങ്ങനെ ഗതികേടിൽ എത്തിപ്പെടുമ്പോൾ മറ്റ് പ്രവർത്തനങ്ങൾ തടസ്സപ്പെടും എന്നുള്ളത് കൂടിയാണ് ഇതുപോലെയുള്ള ഗവൺമെൻറ്റുകൾ കാണുന്നത്. അല്ലെങ്കിൽ ഗവൺമെൻറ് തന്നെ കൃത്യമായി ഒരു തീരുമാനമെടുത്തുകൊണ്ട് അദ്ദേഹത്തിന് പാസ്പോർട്ട് പുതുക്കി കൊടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷേ ബയോമെട്രിക് പരിശോധനകളൊക്കെ കഴിഞ്ഞിട്ടും 100 ദിവസത്തിലധികമായി ഇത് പുതുക്കി കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കൊച്ചിൻ്റെയും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്തത്. നമ്മുടെ ഈ മഹത്തായ രാജ്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഞാൻ ചോദിച്ചത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. എനിക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതും കൂടി കേട്ടതിന് ശേഷം ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടല്ല,
നമ്മുടെ അടുത്ത ചാനലായിട്ടുള്ള BCC വിത്ത് രതീഷ് ചക്രപാണി എന്ന് പറയുന്ന ചാനലിൽ നമ്മൾ രണ്ടാമത്തെ പോഡ്കാസ്റ്റ് ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ റിലീസ് ചെയ്തിരുന്നു. രാത്രി 11 മണിക്കാണ് റിലീസ് ചെയ്തത്. പക്ഷേ 24 മണിക്കൂർ കഴിയുമ്പോഴേക്കും അത് ഏതാണ്ട് 50,000-ത്തിലധികം പേർ കണ്ടിരുന്നു. ഇപ്പോൾ അത് 62,000-ത്തിലധികം പേർ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. വലിയ സന്തോഷം നിങ്ങളങ്ങനെ സ്വീകരിച്ചതിൽ. ആ പോഡ്കാസ്റ്റ് കേരളത്തിൽ ഇതുവരെ ഒരാളും പറയാത്ത ഞെട്ടിക്കുന്ന എങ്ങനെ വി ഡി സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തി എന്ന് പറയുന്നൊരു കഥയാണ്. ആ കഥ നിങ്ങൾ കേൾക്കാതെ പോകരുത്. നിങ്ങൾ രാഷ്ട്രീയം അറിയുന്ന കേരളത്തോട് താല്പര്യമുള്ള ആളുകളാണെങ്കിൽ കേൾക്കാതെ പോകരുത്. അതിൻ്റെ പുറകിലുള്ള വ്യക്തിത്വങ്ങൾ ആരാണ് ഇപ്പം അതിനുവേണ്ടി പണം മുടക്കിയത് എന്നുള്ളതിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അതിനകത്തുള്ളത്. അത് നിങ്ങൾ തീർച്ചയായും കാണണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായി തന്നെ രേഖപ്പെടുത്തുക. ഇത്തരത്തിലുള്ള പോഡ്കാസ്റ്റുകൾ ഇനിയും നിരവധി ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടുകൾ കൂടി വേണം. നിങ്ങൾക്ക് 2 തരത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. ഒന്നുകില്ലെങ്കിൽ നമ്മുടെ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അതല്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇതിൻ്റെ താഴെ തന്നെ ഗൂഗിൾ പേ നമ്പറും അതുപോലെ അക്കൗണ്ട് നമ്പറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിലൂടെയും നമുക്ക് നേരിട്ട് വേണമെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ സപ്പോർട്ടുകളെല്ലാം തന്നെ മറ്റ് പോഡ്കാസ്റ്റുകളൊക്കെ തന്നെ കുറച്ചുകൂടി നമ്പർ കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കല്ല. മെമ്പർഷിപ്പ് എടുത്താലും നിങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. ഏതാനും ചില വീഡിയോകൾ നേരത്തെ കാണാമെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മറ്റൊരു ചാനലിൻ്റെ പേര് കൂടി നിങ്ങൾ മറന്നുകൊണ്ട് BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. 40-50 മിനിറ്റ് അടുത്തുള്ള ഒരു പോഡ്കാസ്റ്റാണ് ഇപ്പോൾ പുതിയതായിട്ട് ഇട്ടേക്കുന്നത്. ആ പോഡ്കാസ്റ്റിൽ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ആ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് KCയെ വെട്ടി ലീഗിനെ കൂട്ടി സതീശനെ മുഖ്യമന്ത്രിയാക്കിയ ഞെട്ടിക്കുന്ന കോടീശ്വരൻ എന്നുള്ളതാണ് അതിൻ്റെ തമ്പനയിൽ ക്വസ്റ്റ്യൻ മാർക്കോടുകൂടി. അപ്പോൾ ഡീറ്റെയിൽസോടുകൂടി നിങ്ങൾ കാണണം. ചാനലിൻ്റെ പേര് മറക്കണ്ട, BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്.